ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾക്കൊരു അടിപൊളി ബട്ടർഫ്ലൈ ഡ്രീം ക്യാച്ചർ ഉണ്ടാക്കാം. ഫ്രെയിമിനായിട്ട് ഞാനൊരു കാർഡ്ബോർഡിൻ്റെ പീസ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അളവൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഫ്രെയിം ഉണ്ടെങ്കിൽ അതെടുക്കാവുന്നതാണ്. ഇനി ഇതിനെ ഞാനൊരു വൈറ്റ് പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. വൈറ്റ് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും കളർ പേപ്പേഴ്സ് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതല്ല പെയിൻറ്റ് അടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അക്രിലിക് പെയിൻറ്റും അടിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതുപോലൊരു പീസ് ലേസ് എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങിക്കൊന്നും വേണ്ട. നമ്മൾ പഴയ ഏതെങ്കിലും ഡ്രസ്സിലൊക്കെ ഉണ്ടാകും ഇതുപോലെ പല പാറ്റേൺസിനുള്ള ലേസ്, അപ്പോൾ അതെടുത്താൽ മതി. ഇനി ലേസ് ഇല്ലയെന്നുണ്ടെങ്കിൽ നെറ്റിൻ്റെ ഷോളായാലും മതി. ഇതിപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എനിക്ക് നല്ല റോസ് ഫ്ലവറിൻ്റെ പാറ്റേണിലുള്ള ലേസാണ് കിട്ടിയത്. ഇനി ഞാൻ ഇതിനെ ഇതേപോലെ കുറച്ച് പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പീസ് എടുത്തിട്ട് അതിനെ നടു കട്ട് ചെയ്യാം. എന്നിട്ട് ഈ രണ്ട് പീസസിനെയും ഇതേപോലെ ഹാഫാക്കി മടക്കാം. വീണ്ടും ഒന്നുകൂടി മടക്കാം. ഇതിന് രണ്ടിനെയും ഒരുമിച്ച് വയ്ക്കാം. എന്നിട്ട് മടക്കില്ലാത്ത ഭാഗത്ത് ഇതേപോലെ ചെരിച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ രണ്ട് പീസിനെയും ഓപ്പോസിറ്റ് ആക്കിയിട്ട് വയ്ക്കാം. ഒരു ബ്ലാക്ക് നൂലും സൂചിയും വേണം. ഇനി ഒരെണ്ണത്തിൻ്റെ സെൻറ്ററിന് ഇതേപോലെ സാധാരണ ഇടുന്ന നമ്മളെ നോർമൽ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇതേപോലെ തന്നെ രണ്ടാമത്തേൻ്റെയും ചെയ്യാം. നല്ല ടൈറ്റ് ആക്കിയിട്ട് വലിക്കണം, എന്നാലേ നമുക്ക് ആ ബട്ടർഫ്ലൈൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ. ഞാനൊരു വൈറ്റ് മുത്തെടുത്തിട്ടുണ്ട് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാനായിട്ട്. ഇത് നല്ലോണം തന്നെ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നല്ലൊരു ക്യൂട്ട് ബട്ടർഫ്ലൈ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ബാക്കി കൂടി ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യുന്നത് അനുസരിച്ചിട്ട് പലതിനും പല ഷേപ്പായിരിക്കും വരിക, എന്നാലും ആ ഒരു പാറ്റേൺ കിട്ടിയാൽ മതി. ഈ ബട്ടർഫ്ലൈസ് എല്ലാം നമുക്കിനി ഫ്രെയിമിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. ഫെവി ബോണ്ട് വെച്ചിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. അത് ഫുൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ കുറച്ച് വൂളൻ ത്രെഡ് എടുത്തിട്ടുണ്ട്. പല സൈസിലാണ് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈസ് അനുസരിച്ച് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം. ഇത് നമ്മൾ ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലാണ് ഒട്ടിച്ച് വെക്കുന്നത്. ഇതേപോലെ
ഇത് നമ്മൾ തൂക്കിയിടുന്ന സമയത്ത് ഫാനിൻ്റെ കാറ്റുകൊണ്ട് ചിലപ്പോൾ ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഡബിൾ സേഫ്റ്റിക്കായിട്ട് ഞാനിവിടെ സെല്ലോ ടാപ്പ് കൂടി ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ത്രെഡ് എല്ലാം റെഡിയായി. ഇനി ഞാൻ കുറച്ച് ഗോൾഡൻ ബീഡ്സ് എടുത്തിട്ടുണ്ട് ഇതിലിട്ട് കൊടുക്കാനായിട്ട്. രണ്ട് ബീഡ്സ് കോർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബട്ടർഫ്ലൈ കൂടി വെച്ച് കൊടുക്കാം. പിന്നെ വീണ്ടും 2 എണ്ണം കോർത്ത് കൊടുക്കാം. ഇതുപോലെ എല്ലാ ത്രെഡിലും ചെയ്യാം. ബട്ടർഫ്ലൈസ് അറേഞ്ച് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഭംഗിയുള്ളൊരു പാറ്റേണിൽ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഡ്രീം ക്യാച്ചറിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വാൾ ഹാങ്ങിങ് ഡ്രീം ക്യാച്ചർ ഐഡിയ ആണിത്. സിമ്പിളാണ്. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഹാങ് ചെയ്തിട്ട് നോക്കാം. കണ്ടില്ലേ, നല്ല ക്യൂട്ട് ബട്ടർഫ്ലൈസ് ആണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ബ്ലാക്കും വൈറ്റും ഗോൾഡൻ കോമ്പിനേഷനാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ.